ഹലോ എവരിവൺ. നമുക്ക് LSGD അതുപോലെ തന്നെ PWD തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷന്റെ ആ ഒരു ചൂട് ഇപ്പോ കൂടിയിരിക്കുകയാണല്ലേ. ഒരുപാട് പേര് കാത്തിരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും അതുപോലെ തന്നെ ഓവർസിയർ ലെവലിലാണെങ്കിലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഈ കൊല്ലം പകുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എക്സാമും പ്രതീക്ഷിക്കാം എന്നുള്ളത് ആനുവൽ കലണ്ടർ പ്രകാരവും നമുക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ ഒരു സമയത്തേക്ക് കാത്തിരിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ചൂടില് ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പൊ അതിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളും അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. മീൻസ് നിങ്ങൾ ഓൾറെഡി ഇതിലൊരു ബേസിക് ഐഡിയ ഉണ്ട് ഈ സബ്ജക്റ്റിൽ എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ വന്നതിന് ശേഷം നോക്കാം. എന്നാലും കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ബാക്കിയുള്ളവർ അതിന്റെ ആൻസർ പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസുകളും അതിന്റെ ഓപ്ഷനിലുള്ള പോയിന്റ്സുകളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ through a closed conduit of uniform cross section, the direction of flow will always be, okay, from higher to lower elevation, from higher to lower pressure, from higher to lower velocity, from higher to lower piezometric head. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ ചില പോയിന്റ്സുകൾ ഒന്ന് ഞാൻ പറയാം. സ്റ്റഡി ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലോ വേർ ദ ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് മാറുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റഡി ഫ്ലോ. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഒരു ഫ്ലോ നടക്കുന്ന റീജനിൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിക്ക് കാര്യമായിട്ടുള്ള വേരിയേഷൻ വരുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലോ. ദെൻ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് എന്ന് വെച്ചാൽ പൈപ്പ് പോലുള്ള അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പെർമിറ്റ് ചെയ്യാത്ത പാസേജുകളാണ് നമ്മൾ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. ഈ ക്ലോസ്ഡ് കോൺഡ്യൂട്ടിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിഫോം ആണ്, ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലോക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ വേറൊരു കണ്ടീഷനും കൂടെ വെച്ചിരിക്കുകയാണ്. അതെന്തായിരിക്കും? ഒരു പാസേജിൽ കൂടെ ഒരു ഫ്ലോ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു പാസേജ് ആണെങ്കിൽ അതിൽ കൂടിയുള്ള ഫ്ലോ ഏത് ടൈപ്പ് ഫ്ലോ ആയിരിക്കും? കൺസിഡർ പാസേജ് വിത്ത് യൂണിഫോം ക്രോസ് സെക്ഷൻ. ഇവിടുത്തെ ഏരിയ, ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെങ്കിൽ അടുത്തൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെയും ക്രോസ് സെക്ഷണൽ ഏരിയ എ തന്നെയായിരിക്കും. സപ്പോസ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി V1, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q1 മസ്റ്റ് ബി ഈക്വൽ ടു Q2, അല്ലെ? ഡിസ്ചാർജ് മസ്റ്റ് ബി സെയിം. അങ്ങനെയാണെങ്കിൽ A1 V1 is equal to A2 V2. A1 V1 is equal to A2 V2. A1 equals A2. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? V1 equals V2. ഇത് എന്ത് ടൈപ്പ് ഫ്ലോ ആണ്? ദിസ് ഇസ് എ യൂണിഫോം ഫ്ലോ. അപ്പൊ കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിൽ കൂടിയുള്ള ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ യൂണിഫോം ഫ്ലോ ആയിരിക്കും. സോ നമ്മുടെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആണ്, യൂണിഫോം ആണ്, ഇൻകംപ്രസിബിളും ആണ്. ഇത്തരത്തിലുള്ള ഒരു ഫ്ലോയില് എവിടെ നിന്ന് എവിടേക്കായിരിക്കും ഫ്ലോ നടക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏത് ടൈപ്പ് ഫ്ലോ ആണെങ്കിലും നാച്ചുറല് നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ഹയർ എനർജി ടു ലോവർ എനർജി ആയിരിക്കും. നാച്ചുറലി നടക്കുന്ന പ്രോസസ്സുകൾ. ഓക്കെ, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സഹായമൊന്നും ഇല്ലാതെ ഒരിക്കലും നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം മുകളിലേക്ക് കയറില്ല. അത് നമുക്കറിയാം. എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കാണ് വെള്ളം പതിക്കുള്ളൂ. അപ്പൊ ഇതേപോലെ നോക്കുകയാണെങ്കിൽ നേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഓൾവേസ് ഫ്രം ഹയർ എനർജി ടു ലോവർ എനർജിയാണ് നടക്കുക. ഞാൻ നേച്ചുറലി എന്ന് പറയാൻ കാരണം നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളം നമ്മൾ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഈ പമ്പ് ഉപയോഗിച്ചുകൊണ്ട്. അതൊരു എക്സ്റ്റേണൽ സഹായം ഞാൻ അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോവറിൽ നിന്ന് ഹയറിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും എനർജിയിലല്ല, ലോവർ എലിവേഷനിൽ നിന്ന് ഹയർ എലിവേഷനിലേക്ക്. പക്ഷെ എനർജി എപ്പോഴും എങ്ങനെ ഫ്ലോ ചെയ്യുള്ളൂ? ഹയർ എനർജി ടു ലോവർ എനർജി മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഫ്ലൂയിഡ് ഇത്തരത്തിലൊരു ക്ലോസ്ഡ് കോൺഡ്യൂട്ടിൽ കൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ, യൂണിഫോം ഡയമീറ്ററിൽ ഒരു ക്ലോസ്ഡ് കോൺഡ്യൂട്ടിൽ കൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട എനർജീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്ന ഇക്വേഷൻ ആണ് ബെർണോളിസ് ഇക്വേഷൻ. P/ρg പ്ലസ് V²/2g പ്ലസ് Z ഈക്വൽസ് കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ. ഏതൊക്കെ എനർജീസ് ആണ് ഈ ഇക്വേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഒന്ന് പ്രഷർ എനർജി. എന്താണ് പ്രഷർ എനർജി? പ്രഷർ എനർജി എന്ന് വെച്ചാൽ
കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓരോ സെക്ഷനിലുള്ള ഫ്ലൂയിഡും അതിന് മുന്നിലുള്ള ഫ്ലൂയിഡിനെ ഒരു certain പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഫ്ലോ നടക്കുന്ന ഡയറക്ഷനിലേക്ക് ചെറിയൊരു തള്ളു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു തള്ളു കൊടുക്കുന്ന ഡയറക്ഷനിൽ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളും അതിന് തൊട്ടടുത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. ആ വർക്ക് ആ ഒരു എനർജി ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു പൊട്ടൻഷ്യൽ വേണം അല്ലേ? ആ പൊട്ടൻഷ്യൽ ആണെന്ത്, പ്രഷർ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പൊസസ് ചെയ്യേണ്ട എനർജിയാണെന്ത്, പ്രഷർ എനർജി. ആ പ്രഷർ എനർജിയാണ് ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടേം എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് ഒബ്വിയസ്ലി അതിന്റെ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ദ തേർഡ് ടേം, സെഡ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ ഇവിടെയുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു സെർട്ടൺ ഹൈറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജിയാണ് ലാസ്റ്റ് ടേം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. എന്തൊക്കെയായിരുന്നു അതിന്റെ അസംഷൻസ്? സ്റ്റഡി, ഇൻകംപ്രസിബിൾ, ഇറോട്ടേഷണൽ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. ഇതാണ് അസംഷൻസ് അല്ലെ? അപ്പൊ ഇത് അസംഷൻസ് വാലിഡ് ആണെങ്കിൽ ഈ സം ഓഫ് എനർജീസ് വിൽ ബി എ കോൺസ്റ്റന്റ്. ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫ്ലോ സ്റ്റഡി യൂണിഫോം ആയതുകൊണ്ട് എല്ലാ ക്രോസ് സെക്ഷനിലും വെലോസിറ്റി സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വെലോസിറ്റി എനിക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുകൂടെ? സോ പി ബൈ റോ ജി പ്ലസ് സെഡ് ഈക്വൽസ് കോൺസ്റ്റന്റ് മൈനസ് ബി സ്ക്വയർ ബൈ 2g എന്നായിട്ട് മാറും. ഒബിയസ്ലി വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിനെ എനിക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? ഈ രണ്ട് ടൈമിൽ കോൺസ്റ്റന്റ് മൈനസ് കോൺസ്റ്റന്റിനെ ഞാൻ വേറൊരു കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ചുരുങ്ങി. സം ഓഫ് പ്രഷർ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്നായിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്കാണ് എപ്പോഴും നടക്കുക എന്ന് ഞാൻ പറഞ്ഞതിന്റെ കൂടെ നമുക്ക് ഈ ഫ്ലൂയിഡ് പൊസസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എനർജികൾ ഇവർ രണ്ടുപേരെയാണ് ഉള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഹയർ സം ഓഫ് പ്രഷർ എനർജി ആൻഡ് ഡാറ്റം എനർജിയിൽ നിന്ന് ലോവർ സം ഓഫ് പ്രഷർ എനർജി ആൻഡ് ഡാറ്റം എനർജിയിലേക്കാണ് എപ്പോഴും ഫ്ലോ നടക്കുക. ഓക്കെ, അപ്പൊ ഹയർ എനർജി ടു ലോവർ എനർജിയാണ് ഫ്ലോ. പക്ഷെ ആ എനർജിയിൽ ആരൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പ്രഷർ എനർജിയും ഡാറ്റം എനർജിയും. സോ ഹയർ വാല്യൂ ഓഫ് ദിസ് സം ടു ലോവർ വാല്യൂ ഓഫ് ദിസ് സം, ഇതിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഈ റീജണിൽ P1 ബൈ റോ ജി അതുപോലെ തന്നെ പ്ലസ് Z1 ഇതാണ് ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാലോ P2 ബൈ റോ ജി പ്ലസ് Z2 ഇതാണ് ഇവിടുത്തെ ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഈ P1 ബൈ റോ ജി പ്ലസ് Z1 ഈസ് ഗ്രേറ്റർ ദാൻ P2 ബൈ റോ ജി പ്ലസ് Z2, ഫ്ലോ എവിടുന്ന് എവിടേക്കായിരിക്കും? ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഫ്ലോ, ഹയർ ടു ലോവർ, ഹയർ എനർജി ടു ലോവർ എനർജി. ഓക്കെ, ഈ ടേമിനെ ഒരു പേര് പറയും, എന്താണ്? ദിസ് ഈസ് പ്രഷർ ഹെഡ് അല്ലെ? ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എനർജിയെ തന്നെ യൂണിറ്റ് വെയിറ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പൊസസ് ചെയ്യുന്ന എനർജി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ഹെഡ്. 1 ന്യൂട്ടൺ വെയിറ്റ്, ഫോർ എക്സാമ്പിൾ 1 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പൊസസ് ചെയ്യുന്ന പ്രഷർ എനർജിയാണ് പ്രഷർ ഹെഡ് പി ബൈ റോ ജി. അതുപോലെ തന്നെ 1 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പൊസസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് Z1, ഡാറ്റം ഹെഡ് എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ എവിടെയാണോ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് കൂടുതൽ, അവിടുന്ന് ലോവർ വാല്യൂയിലേക്കായിരിക്കും എപ്പോഴും ഫ്ലോ നടക്കുക. ഇതിനെ കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്ന പേരാണ് പീസോമെട്രിക് ഹെഡ്. ഓക്കെ, പീസോമെട്രിക് ഹെഡ്. അപ്പൊ ഹയർ പീസോമെട്രിക് ഹെഡിൽ നിന്ന് ലോവർ പീസോമെട്രിക് ഹെഡിലേക്കായിരിക്കും എപ്പോഴും ഫ്ലോ നടത്തുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദ ആൻസർ ഈസ് ഫ്രം ഹയർ ടു ലോവർ പീസോമെട്രിക് ഹെഡ് ഇസ് ദ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് നോട്ട് ഇൻ മോഷൻ. Surface energy is the fluid property giving rise to the phenomenon of capillarity in water. Cavitation results from the action of very high pressure. Real fluids have lower viscosity than ideal fluids. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് നോട്ട് ഇൻ മോഷൻ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു മോഷൻ ആണ് അല്ലെ? സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡില് വിസ്കോസിറ്റിക്ക് യാതൊരു ഇഫക്റ്റും ഇല്ല. കാരണം വിസ്കോസിറ്റിയുടെ ബേസിക് റിലേഷൻ ρ is equal to mu into du by dy അല്ലെ? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ρ is equal to mu into du by dy. അതിൽ du എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് ലെയേഴ്സിന്റെ ഇടയിലുള്ള വെലോസിറ്റിയിലെ ഡിഫറൻസ് ആണ് du. സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡില്
എല്ലാ ലെയറിന്റെയും വെലോസിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് ഒബിയസ്ലി സീറോ. അതുകൊണ്ട് ഈ ടേം സീറോ ആയിരിക്കും ഫോർ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. അതുകൊണ്ട് അവിടെ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനന് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പൊ സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ ഷിയർ സ്ട്രെസ് സീറോ ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ അതിന്റെ കൂടെ നമുക്ക് പഠിക്കാം. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഷിയർ സ്ട്രെസ് ഈസ് സീറോ. മാത്രമല്ല അവിടെ വിസ്കോസിറ്റിക്ക് ഇഫക്റ്റ് ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഡൈനാമിക് വിസ്കോസിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് നോട്ട് ഇൻ മോഷൻ. അത് മോഷനിലേക്ക് വരുമ്പോഴാണ് അതിന് സിഗ്നിഫിക്കൻസ് വരുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സർഫസ് എനർജി ഈസ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഗിവിംഗ് റൈസ് ടു ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി ഇൻ വാട്ടർ. അത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. കാവിറ്റേഷൻ റിസൾട്ട്സ് ഫ്രം ദ ആക്ഷൻ ഓഫ് വെരി ഹൈ പ്രഷർ. കാവിറ്റേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യാം? കാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്ലോ റീജിയണിൽ വളരെ ലോ പ്രഷർ റീജിയൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സച്ച് ദാറ്റ് ഈ ഒരു റീജിയണിലെ പ്രഷർ ഈസ് ലെസ് ദാൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ്. വാട്ട് ഈസ് മീൻ ബൈ വേപ്പർ പ്രഷർ? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ എപ്പോഴാണോ ഈ വേപ്പർ പ്രഷറിലേക്ക് താഴെ പോകുന്നത്, ഫ്ലൂയിഡ് ബബിൾസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. എന്ന് വെച്ചാൽ അത് ബോയിൽ ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ബബിൾസ് ഫോം ചെയ്യാന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഫ്ലൂയിഡ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സഡൻലി അതിന്റെ പ്രഷർ കുറയുകയും വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോയി ഇവിടെ ബബിൾസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ബബിൾസ് ഫർദർ ഫ്ലോയുടെ കൂടെ ക്യാരി ചെയ്ത് സറൗണ്ടിങ് ആയിട്ടുള്ള ഹൈ പ്രഷർ റീജിയനിലേക്ക് എത്തുമ്പോൾ അത് ബേഴ്സ്റ്റ് ചെയ്യുന്ന ബബിൾസ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സർട്ടൺ എനർജി അല്ലെങ്കിൽ ഒരു ബബിള് ഫോം ചെയ്യുമ്പോൾ ആ ബബിളിന്റെ ആ ഒരു ബേഴ്സ്റ്റിംഗ് കാരണം ചില പ്രഷർ വേവ്സ് ജനറേറ്റ് ചെയ്യും. ഈ പ്രഷർ വേവ്സ് ഈ സർഫസിലൊക്കെ പോയി ഇടിച്ച് അവിടുത്തെ മെറ്റീരിയലിനൊക്കെ പതുക്കെ അത് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെ ഒരു കാവിറ്റീസ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? കാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രഷർ എപ്പോഴാണോ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോകുന്നത്, എന്ന് വെച്ചാൽ വളരെ ലോ പ്രഷർ സിറ്റുവേഷൻസിലാണ് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം? ഈ പറഞ്ഞ കാവിറ്റേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ കാണാം. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഇറ്റ് റിസൾട്ട്സ് ഫ്രം ദ ആക്ഷൻ ഓഫ് വെരി ഹൈ പ്രഷർ. ഹൈ പ്രഷറിലല്ല കാവിറ്റേഷൻ ഡെവലപ്പ് ചെയ്യുക, വളരെ ലോ പ്രഷറിലാണ്. ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോകുമ്പോഴാണ് കാവിറ്റേഷൻ ഡെവലപ്പ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റിയൽ ഫ്ലൂയിഡ്സ് ഹാവ് ലോവർ വിസ്കോസിറ്റി ദാൻ ഐഡിയൽ ഫ്ലൂയിഡ്സ്. ഐഡിയൽ ഫ്ലൂയിഡിന്റെ ഡെഫിനേഷൻ എന്താണ്? ഒരു ഫ്ലൂയിഡ് ഐഡിയൽ ആണ് എന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, അത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതെന്തായിരിക്കണം? അത് ഇൻവിസ്കസ് ആയിരിക്കണം. ഇൻവിസ്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിസ്കോസിറ്റി ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അതൊരു ഐഡിയൽ ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെ ഒരു ഫ്ലൂയിഡ് പോസിബിൾ അല്ല. കാരണം എന്താ? എല്ലാ ഫ്ലൂയിഡ്സിനും ഒരു വിസ്കോസിറ്റി ഉണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഐഡിയൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് പറ്റില്ല. ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ട ചില അസംഷൻസ് മാത്രമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? റിയൽ ഫ്ലൂയിഡ്സ് ഹാവ് ലോവർ വിസ്കോസിറ്റി ദാൻ ഐഡിയൽ ഫ്ലൂയിഡ്സ്. ഐഡിയൽ ഫ്ലൂയിഡ്സിന് വിസ്കോസിറ്റി തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് അതിനേക്കാൾ ലോവർ ആവാൻ പറ്റുക? അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്? സർഫസ് എനർജി ഈസ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഗിവിംഗ് റൈസ് ടു ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി ഇൻ വാട്ടർ. കാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ ഏത് ടേമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. സർഫസ് ടെൻഷൻ സിഗ്മ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാപ്പിലാരിറ്റി എന്ന് പറയുന്ന ടേം, അല്ലെ? അപ്പൊ കാപ്പിലാരിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഗിവിംഗ് റൈസ് ടു ദ ഫിനോമിനൻ ഓഫ് കാപ്പിലാരിറ്റി. സർഫസ് എനർജി, സർഫസ് ടെൻഷന്റെ രണ്ട് ഡെഫിനേഷൻ എന്താ? ഒന്ന്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെ? അതായത് ഒരു ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന സർഫസ് ആണെന്ത്? ഫ്രീ സർഫസ്. അവിടെയാണ് നമുക്ക് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാണാനായിട്ട് പറ്റുക. ഈ സർഫസ് ടെൻഷന് ഈ യൂണിറ്റ് ലെങ്തിൽ എത്ര കൊഹിസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു? സർഫസ് ടെൻഷന്റെ കാരണം എന്താണ്? കൊഹിഷൻ, അല്ലെ? ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള പരസ്പരമുള്ള അട്രാക്ഷൻ ആണ് ആ സർഫസ് ടെൻഷന് കാരണം. അപ്പോ ആ കൊഹിസീവ് ഫോഴ്സ് യൂണിറ്റ് ലെങ്തിൽ എത്ര ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സർഫസ് ടെൻഷന്റെ ഒരു മെഷർ. നൗ ഇഫ് ഐ മൾട്ടിപ്ലൈ വിത്ത് സം ഡിസ്റ്റൻസ്, I will give work by area. Force into distance is work, length into another length is area. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസ് ടെൻഷന് രണ്ട് യൂണിറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ന്യൂട്ടൺ പെർ മീറ്ററും
പിന്നൊന്ന് ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെയും യൂണിറ്റ് ആണ്, എനർജിയുടെയും യൂണിറ്റ് ആണ്. അപ്പൊ എന്ത് എനർജിയാണ് ഇത് പ്രോസസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനായിരിക്കും ടെൻഡൻസി ഉണ്ടായിരിക്കുക. പക്ഷേ ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലി അട്രാക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ സർഫസിലുള്ള പാർട്ടിക്കിൾസിനെ താഴേക്കാണ് നെറ്റ് അട്രാക്ഷൻ അതിന് ഫീൽ ചെയ്യുന്നത്. കാരണം അതിന് മുകളിൽ എയറിന്റെ അട്രാക്ഷൻ വളരെ വീക്കാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് പുൾ ചെയ്ത് കുറെ ആൾക്കാർ അതിനെ പുള്ളി ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ആ പാർട്ടിക്കിൾ അവിടെ നിൽക്കുന്നത്. ഒബ്വിയസ്ലി അങ്ങനെ നിൽക്കണമെങ്കിൽ അതിനൊരു എക്സ്ട്രാ എനർജി പ്രോസസ് ചെയ്യുമല്ലോ, അല്ലെ? ഒരു എക്സ്ട്രാ എനർജി ഉള്ളത് കൊണ്ടാണല്ലോ ആ ഒരു പുള്ളിങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. ദാറ്റ് എനർജി ഈസ് കോൾഡ് സർഫസ് എനർജി. അതിന് മറ്റു പല അർത്ഥങ്ങളുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. സർഫസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ സർഫസില് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ഇന്റർഫേസില് പ്രോസസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ അൺബാലൻസ്ഡ് ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട്, അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് അത് പ്രോസസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ എനർജിയാണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. ഈ സർഫസ് എനർജിയും എന്തിന്റെ ഒരു മെഷറാണ്? യൂണിറ്റ് സർഫസ് ഏരിയയിൽ എത്ര സർഫസ് എനർജി ഉണ്ടെന്നുള്ളതും സർഫസ് ടെൻഷന്റെ ഒരു മെഷറാണ്. അപ്പൊ സർഫസ് ടെൻഷൻ കൂടിക്കഴിഞ്ഞാല്, സർഫസ് എനർജി കൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം സർഫസ് ടെൻഷൻ കൂടുതലാണെന്നാണ്. സർഫസ് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി കാപ്പിലാരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും കൂടുതൽ കാണിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് അതാണ്. അതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കാപ്പിലാരിറ്റിയും സർഫസ് ടെൻഷനും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, surface energy is the fluid property giving rise to the phenomenon of capillarity in water. Amaze Academy. Call 82817 41894.